നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെന്ന നിലയിൽ ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും ജീവിക്കുവാൻ സന്നദ്ധരാണ്. ദൈവം നിങ്ങൾക്ക് നൽകുന്ന കുഞ്ഞുങ്ങളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനും ക്രിസ്തുവിൻ്റെയും സഭയുടെയും പ്രബോധനമനുസരിച്ച് വളർത്താനും സന്നദ്ധരാണ്. വിവാഹ ഉടമ്പടി ചെയ്യാൻ പോകുന്ന നിങ്ങൾ വലത് കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെയും തിരുസഭയുടെയും മുമ്പാകെ സമ്മതം പ്രകടമാക്കുക. നിങ്ങളെ ഭാര്യയായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ച് ജീവിക്കുന്നത് വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ നിങ്ങളെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം വേർപെടുത്തുന്നതിൽ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ച് ആദരിച്ച് ഒന്നിച്ച് ജീവിക്കുമെന്ന് വാഗ്ദാനം ചെയ്തു. സഭാസമക്ഷം പ്രകടിപ്പിച്ച പരസ്പര സമ്മതം കർത്താവ് കാരുണ്യപൂർവ്വം സ്വീകരിച്ച് അനുഗ്രഹാശിസുകൾ കൊണ്ട് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ആശീർവദിക്കണമേ. ഇതേ ദമ്പതികളുടെ പരസ്പര സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായിരിക്കണമേ. ദൈവമേ, പ്രസാദവരത്തിന്റെ അടയാളമായ ഈ മന്ത്രകോടിയെ ദയാപൂർവം ആശീർവദിക്കണമേ. ജ്ഞാനസ്നാന അവസരത്തിൽ പ്രസാദവരം വഴി ക്രിസ്തുവിനെ വസ്ത്രമായ ഈ ദമ്പതികൾ ക്രിസ്തുവും സഭയും തമ്മിലുള്ള പാവനമായ ബന്ധത്തിന്റെ പ്രതിബിംബനമായി ജീവിച്ചു സ്വർഗത്തിൽ മഹിമയുടെ വസ്ത്രമണിയുവാൻ അനുഗ്രഹമാകണമേ. സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇതായി ലഭിച്ചു. വിശ്വസ്തതയുടെയും അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ മോതിരം ലഭിച്ചിട്ടുണ്ട്. പ്രിയ സഹോദരന്റെയും തിരുസഭയെയും സർവ്വലോകത്തെയും വിശേഷിച്ച് ഇന്ന് വിശുദ്ധ വിവാഹം പ്രവർത്തിച്ച ഈ സഹോദരങ്ങളെ
സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ക്രൈസ്തവ സമൂഹം മുഴുവൻ സ്നേഹത്തിലും ജീവിത വിശുദ്ധിയിലും നാൾക്ക് നാൾ അഭിവൃദ്ധിയാൽ പെടാനിടയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കാനായിലെ കല്യാണ വിരുന്നിനെ വിശുദ്ധീകരിച്ച ക്രിസ്തുനാഥ ഇന്ന് വിവാഹബദ്ധരായ ദമ്പതികളെ അനുഗ്രഹിക്കുകയും അവരുടെ ഹൃദയങ്ങൾ നിർമ്മലവും ഉദാരവുമായ സ്നേഹത്തിലേക്ക് യോജിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവർ സന്താനങ്ങളാൽ അനുഗ്രഹീതരാകുവാനും മക്കളിൽ ചൊരിയുന്ന സ്നേഹം ഇവർക്ക് 100 മടങ്ങായി തിരിച്ചു കിട്ടുവാനും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിന്റെ സമാധാനം ഇവരുടെ ഹൃദയങ്ങളിലും കുടുംബത്തിലും എപ്പോഴും നിലനിൽക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ക്രിസ്തീയ പ്രവർത്തനങ്ങളും വിശ്വാസത്തിന്റെയും പ്രാർത്ഥനയുടെയും നിസ്വാർത്ഥ സ്നേഹത്തിന്റെയും ഉത്തമ മാതൃകളായി പ്രചോദിക്കുവാൻ ഇടയാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തി നിത്യമായ ദൈവമേ, അങ്ങയുടെ സഹായത്തിൽ ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധ വിവാഹത്തിൽ ബന്ധിതരായിരിക്കുന്ന അങ്ങയുടെ മക്കളെ തൃക്കൻ പാർക്കണമേ. സ്വർഗത്തിലെ നിത്യാനന്ദത്തിൽ വീണ്ടും സംയോജിപ്പിക്കപ്പെടുന്നതുവരെ സ്നേഹത്തിൽ വളരുവാനും ജീവിത ക്ലേശങ്ങളും വൈഷമ്യങ്ങളും ഒരുമിച്ച് തരണം ചെയ്യുവാനും വേണ്ട കൃപാവരം ഇവർക്ക് നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. Oh
നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ മുഴുവന്റെയും നന്ദിക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഇവരെ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സന്തോഷത്തോടെ അർപ്പിക്കുന്ന ഈ കാണിക്കകൾ കാരണപൂർവ്വം സ്വീകരിക്കുകയും വിവാഹോദാശയോടെ പ്രയാണങ്ങൾ സംയോജിപ്പിച്ച് ഇവരെ പിതൃവാത്സവത്താൽ കാത്തു പരിപാലിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ താവായ വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടവേ. പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വിവാദത്തിലൂടെ അങ്ങേ കൃപാവരസത്തെ അങ്ങ് സൂചിപ്പിക്കുന്നു. അങ്ങനെ ഞങ്ങൾ അനുഷ്ഠിക്കുന്ന ഈ കൂദാശ അങ്ങേ സ്നേഹത്തിന്റെ അവർണ്ണനീയമായ പദ്ധതിയിലേക്ക് ഞങ്ങളെ ആനയിക്കുകയും ചെയ്യുന്നു. മാതാപിതാക്കളോടും സകല വിശുദ്ധരോടുമൊത്ത് അഭിരാമം സ്തുതിച്ചുകൊണ്ട് അങ്ങേ ഞങ്ങൾ പ്രകീർത്തിക്കുന്നു. സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും
രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ നെറ്റി കൊടുക്കപ്പെട്ട് സ്വമനസാല വീടുകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് പ്രകാശിപ്പിച്ച് മുറിച്ച് എൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടേ കഴിച്ചത്. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ അത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. ഇപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടേ കഴിച്ചത്. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാതിരിക്കുന്ന രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്നു. ഞങ്ങളുടെ പരിശുദ്ധ പിതാവിനെയോ പപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സെൽവരാജൻ മെത്രാനോടും വൈദികഗണത്തോടും ഒത്ത സഭയെ നമ്മുടെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയും എത്തിക്കുന്നത്. ഉയർപ്പെട്ട പ്രത്യാശയോടെ നിലവിടുന്ന സഭയിലെ അംഗീകാരത്തിൽ മകവരാൻ സാധിക്കുകയും അംഗീകൃത വിലാസത്തിലേക്ക് സ്വീകരിക്കുകയും ചെയ്യുന്നു. ഞങ്ങളെല്ലാവരും കഴിയുന്നവരെ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹീതമായ വിശ്വീയാമയത്തോട് ആ കനിയുടെ പിതാവായ ഭാര്യയുടെ അവസരങ്ങളോട് അനുഗ്രഹമാരോട് കാലാകാലങ്ങൾ അങ്ങേക്ക് സാധിച്ച സകല വിശുദ്ധ നിത്യങ്ങളിൽ പങ്കുചേരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയും അങ്ങേക്കുന്നായ ക്രിസ്തുവിൽ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ക്രിസ്തുവിനോടുകൂടി ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവം പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും സത്യത്തിൽ
ഈ ദമ്പതിമാർ ക്രിസ്തുവിൻ്റെ ശരീരത്തെ തക്കാളികളായി പരസ്പര സ്നേഹത്താൽ സദാ ഒന്നിച്ചിരിക്കുവാൻ വേണ്ടി നമുക്ക് ഇവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ പിതാവേ, അങ്ങേ സാദൃശ്യത്തിൽ അങ്ങ് മനുഷ്യനെ പുരുഷന് രൂപപ്പെടുത്തി പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. അങ്ങനെ പുരുഷനും സ്ത്രീയും ശരീരത്തിലും ഹൃദയത്തിലും ഒന്നായി തീർന്ന് ഭൂമിയിൽ അവിടെ ധർമ്മം പൂർത്തീകരിക്കുന്നു. ദൈവമേ, അങ്ങേ സ്നേഹത്തിന്റെ പദ്ധതി വെളിപ്പെടുത്തുന്നതിന് അങ്ങ് ജനവുമായി അങ്ങ് ചെയ്ത ഉടമ്പടി ദമ്പതിമാരുടെ പരസ്പര സ്നേഹത്താൽ പ്രദീപിക്കുവാൻ അങ്ങ് തിരുവുള്ളമായി. അങ്ങനെ പൂർത്തീകരിക്കപ്പെട്ട ഔദാശിക അടയാളത്തിലൂടെ അങ്ങേ വിശ്വാസികളുടെ വൈവാഹിക ബന്ധത്തിൽ ക്രിസ്തുവിന്റെയും സഭയുടെയും വൈവാഹിക രഹസ്യം അങ്ങ് വെളിപ്പെടുത്തിയല്ലോ. അങ്ങേ ദാസനായ സജീവന്റെയും ധന്യയുടെയും അങ്ങേ വലതുകരം കനിവാർന്ന് നീട്ടുകയും അവിടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ചൊരിയുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ഔദാശിക ഐക്യത്തിൽ പ്രവേശിക്കുന്ന ഇവർ അങ്ങേ സ്നേഹത്തിന്റെ ദാനങ്ങൾ പങ്കുവയ്ക്കുവാനും അങ്ങേ സാധ്യത്തിന്റെ അടയാളം പരസ്പരം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരേ ആത്മാവുമായി തീരുമാനം അനുഗ്രഹിക്കണമേ. കർത്താവിനെ ഇവർ പണികൊടുക്കുന്ന പോലെ ഇവിടെ പ്രവൃത്തികളാൽ നിലനിർത്താൻ സുവിശേഷ മാർഗത്തോടെ ഇവിടെ സന്താനങ്ങളെ ഉൾപ്പെടുത്തി അങ്ങേ സ്വർഗീയ ഉദാശീല അംഗങ്ങളാക്കി സജ്ജമാക്കാനും ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങേ പ്രിയദാസി ധന്യയും അങ്ങേ അനുഗ്രഹങ്ങളാൽ കാരുണ്യപൂർവ്വം നൽകണമേ. അങ്ങനെ ഭാര്യയുടെയും അമ്മയുടെയും കർമ്മങ്ങൾ നിറവേറ്റിക്കൊണ്ട് തന്റെ ഭവനത്തിൽ നിർമ്മൽ സ്നേഹത്താൽ ഊഷ്മളം നൽകുവാൻ കൃത്യമായ അവതാരത്താൽ അലങ്കരിക്കുകയും ചെയ്യട്ടെ. കർത്താവേ, അങ്ങേ പ്രിയദാസനും സജീവനെയും സ്വർഗീയ അനുഗ്രഹത്താൽ നിറയ്ക്കണമേ. അങ്ങേ വിശ്വസ്ത കർത്താവിന്റെയും കരുതൽ പിതാവിന്റെ ധർമ്മങ്ങൾ പിതാവിനെ നിർവഹിക്കണമേ. പരിശുദ്ധനായ പിതാവേ, അങ്ങേ ഭാഗത്തുള്ളതാക്കിയത് അങ്ങേ യേശുവെ സമീപിക്കുക പ്രതീക്ഷിക്കുന്ന ഒരു ദിവസം സ്വർഗീയ ബന്ധത്തിൽ സന്തോഷത്തോടെ പങ്കുചേരുവാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേൾക്കണമേ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് യേശു ക്രിസ്തുവിൽ ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയുള്ളൂ. അങ്ങേ സഭയുടെ വിശ്വാസം പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യം നൽകുവാൻ കഴിയണമേ എന്നു ജീവിക്കുകയും മാർഗ്യം ചെയ്തെന്ന് ഈ പ്രാർത്ഥന കേൾക്കുകയും കർത്താവിന്റെ സമാധാനം ഉണ്ടായിരിക്കട്ടെ. പരസ്പരം സമാധാനം ആശംസിക്കട്ടെ. ും
ഇവിടെ കൂടിയിട്ട് എല്ലാവരുടെയും പേരിൽ എല്ലാവിധ ആശംസകൾ നേരുകയാണ്. സഭയിൽ അൽത്താറിന്റെ മുമ്പിൽ വെച്ച് ക്രിസ്തുവിനാണ് നമ്മുടെ ഈ പ്രിയപ്പെട്ട സജു തന്നെ വിവാഹത്തിനായിരിക്കുന്നത്. നമുക്ക് പ്രത്യേകമായി ഈ ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നല്ല മാതൃകൂലമായിട്ടുള്ള ക്രിസ്തീയ ജീവിതം നയിക്കുവാനും കുടുംബജീവിതം നയിക്കുവാനും ദൈവം ഈ രണ്ടുപേരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും നേരുകയാണ്. എൻ്റെ കുടുംബത്തിലുള്ള വ്യക്തികൾ വിശ്വാസത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളെ വിശ്വാസം നൽകുവാനും പ്രാർത്ഥനയിലും ദൈവവചന വായനയിലും അടിയുറച്ചുകൊണ്ട് ക്രിസ്തു നിങ്ങളുടെ കുടുംബങ്ങളെ നയിക്കുന്ന നല്ല മാതൃകരമായ കുടുംബമായിട്ട് ഈ കുടുംബത്തിൻ്റെ മാതൃകയിൽ ജീവിക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാവർക്കും രണ്ടുപേർക്കും എല്ലാവരും അനുഗ്രഹം നേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഇന്ന് നമുക്ക് ഈ ടീമിലേക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു വന്ന വൈദികരെ നന്ദിയോട് കൊടുക്കുന്നു. നമ്മുടെ സജുവിൻ്റെ ഇടവക വികാരി ജിബിൻ ദാസൻ ഇവിടെ നേരത്തെ തന്നെ കടന്നു വരികയും നേരത്തെ തന്നെ എൻ്റെ കല്യാണത്തിന് വരുമെന്ന് അറിയിക്കുകയും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വിഭാഗം ആശീർവദിച്ച് പ്രാർത്ഥിച്ചു അച്ഛന് പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം കാർത്തികന പോളച്ചൻ നമ്മുടെ കുടുംബാംഗങ്ങളുടെ സ്നേഹത്തെ പ്രതി നേരത്തെ തന്നെ എത്തിച്ചേരുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സുശേഷമായി പ്രഘോഷണം നടത്തുകയും ചെയ്ത് അച്ഛനും പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. കുടുംബാംഗങ്ങളുടെ പേരിൽ കടന്നു എല്ലാവരെയും ഗായക സംഘത്തെയും ദേശീയ എല്ലാവരെയും നന്ദി അർപ്പിക്കുന്നു. സമാപന പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് എഴുതാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ വിരുന്നിൽ പങ്കാളിയായി തീർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹോദാസനങ്ങളുടെ ദൈവം അങ്ങയുടെ സദാശയം നൽകുകയും അങ്ങേ നാമന്മാരെ സമക്ഷം പ്രഖ്യാപിക്കുകയും ചെയ്യുവാനാകട്ടെ. ഞങ്ങൾക്കാമായ വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. സർവശക്തനായ പിതാവായ ദൈവം തന്റെ സന്തോഷം നിങ്ങൾക്ക് നൽകുകയും സന്താനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുവാനാകട്ടെ. ദൈവത്തിന്റെ ജാതനായ ഏകപുത്രൻ ഉയർച്ചയിലും താഴ്ചയിലും നിങ്ങളെ കാരുണ്യപൂർവ്വം സഹായിക്കുവാനാകട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളിൽ സദാ ചൊരിയുമാറാകട്ടെ. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളെല്ലാവരെയും സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അനുഗ്രഹിക്കുമാറാകട്ടെ. ദിവ്യഭോജനം
ഇതുകൂടെ കംപ്ലീറ്റ് ആയാല ഫുൾ ആവും. ഇതുകൂടെ ആയാല വീഡിയോ കംപ്ലീറ്റ് ആവും. ഒരു 10 മണി കഴിയുമ്പോൾ ഇട്ട് തരാം. 10 മണി അത് എഡിറ്റ് ചെയ്യണ്ടേ. സുരേഷ് ഗോപി അവിടെ ഒരു പഞ്ചായത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡയറക്റ്റ് മത്സരിക്കുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും. എല്ലാവരും ഇവിടെ എല്ലാവരും ഇവിടെ